റഷ്യ, വെനിസ്വല, ഇറാൻ ഡോളറിലല്ലാതെ എണ്ണ വ്യാപാരം ചെയ്യാൻ താൽപര്യം കാണിച്ച സപ്ലൈ രാജ്യങ്ങളാണ് ഇവരെല്ലാം. മൂന്ന് പേരും മാർക്കറ്റിൽ തിരിച്ചടി നേരിടുന്നു. മൂന്ന് രാജ്യത്തും ഭരണ അസ്ഥിരതയോ അല്ലെങ്കിൽ യുദ്ധമോ ഉണ്ട്. ഇവരുടെ ഒപ്പം പ്രധാന വ്യാപാര കരാർ വഴി എണ്ണ ഇറക്കിക്കൊണ്ടിരുന്ന രാജ്യമാണ് ചൈനയും ഇന്ത്യയും, അതും ഡോളറിന് പുറമെയുള്ള വ്യാപാരം വഴി. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകർ അമേരിക്കയാണ്. രണ്ടാമതുള്ള സൗദി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ അമേരിക്കയുടെ പകുതിയോളമേ വരൂ. അതുകൊണ്ട് അവർക്ക് എണ്ണയല്ല വേണ്ടത്, എണ്ണ വ്യാപാരത്തിലുള്ള പൂർണ്ണ നിയന്ത്രണമാണ്. അത് ഡോളറിൽ തന്നെ ആവാൻ വേണ്ടിയാണ് അമേരിക്ക ഈ കാണുന്ന യുദ്ധമെല്ലാം നടത്തുന്നത്. GCC രാജ്യങ്ങൾ ഇറാൻ എന്ന മുസ്ലിം രാജ്യത്തിനു വേണ്ടി വാങ്ങുന്ന ഓരോ അടിയും ഡോളറിനും അമേരിക്കയ്ക്കും വേണ്ടി അവർ വാങ്ങുന്നതാണ്. അവർക്ക് വേണ്ടിയല്ല അവർ ഈ യുദ്ധത്തിന്റെ ഭാഗമായത്. ഈ യുദ്ധത്തിൽ അമേരിക്ക ജയിച്ചാൽ ഡോളർ ഇനിയും വാഴും. ഇറാൻ കീഴടങ്ങി ഒരു അമേരിക്കൻ പാവ സർക്കാർ വരുന്നത് വരെ അമേരിക്ക യുദ്ധം തുടരുമോ എന്ന് കണ്ടറിയണം. ഡോളർ ഒരിക്കൽ വീണാൽ അതിനെ 38 ട്രില്യൺ ഡോളർ അടക്കമുള്ള അമേരിക്കയുടെ സർവനാശം വിദൂരമല്ല. അതിനാൽ ഡോളർ വീഴാതെ നോക്കേണ്ടത് അമേരിക്കയുടെ നിലനിൽപ്പിന്റെ ചോദ്യമാണ്. ഇറാൻ പിടിച്ചു നിന്നാൽ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ അനാവശ്യമായി വാങ്ങിക്കൂട്ടുന്ന മിസൈലുകൾക്ക് അവർ അമേരിക്കയുടെ തിരിഞ്ഞു നിന്നാൽ ഇറാൻ തോറ്റാലും അവർ ജയിച്ചു എന്ന് പറയാം. ഇറാൻ വീഴുമ്പോൾ അവർ ആരെയൊക്കെ കൊണ്ടുപോകുമെന്ന് നിശ്ചയമില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്തായാലും അത് സംഭവിച്ചാൽ അതിനുശേഷമുള്ള വ്യാപാരക്രമം ഒരു ചിന്തനീയ വിഷയമാകും. യുദ്ധം നീണ്ടാൽ അമേരിക്കയ്ക്ക് വേണ്ടി അറബ് രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ, നിക്ഷേപം, ആൾനാശം, രാജ്യത്തിന്റെ ഭാവിയെല്ലാം അറബ് രാജ്യങ്ങൾ പുനർചിന്തനം നടത്താൻ തയ്യാറാവും. അങ്ങനെ വന്നാൽ പിന്നീട് ഇന്ത്യക്കും ചൈനയ്ക്കുമാവും പ്രധാന റോൾ.